സ്വന്തം ഭാഗം 103. ശ്രീദേവ് ഇതിനോടകം തന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർക്കും താങ്ങാൻ പറ്റുന്നതിൽ അധികമായിരുന്നു. എങ്ങനെ ദക്ഷയെ ഫേസ് ചെയ്യും, ആ കുട്ടിയോട് എങ്ങനെയാണ് മാപ്പ് പറയുക എന്നെല്ലാം ആലോചിച്ച് അവരും തളർന്നു പോയിരുന്നു. എന്നാൽ ആ സമയം ശരണ്യ നല്ല തിരക്കിലായിരുന്നു. ദക്ഷയെ പഴയതുപോലെ ആക്കിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പെണ്ണ്. അവൾ ഉറങ്ങി എഴുന്നേറ്റതും കൊണ്ടുവന്ന് വെച്ച ജ്യൂസും സ്നാക്സും കൊടുത്തു. സമയം 3 മണിയോടടുത്ത് ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ദക്ഷ വേണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. നമുക്കൊന്ന് പുറത്തേക്ക് പോകാം എന്ന് ശരണ്യ പറഞ്ഞതും വേണ്ട എന്ന് ആദ്യം പറഞ്ഞെങ്കിലും ശരണ്യ നിർബന്ധിച്ച് അവളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. ശരണ്യയുടെ കൂടെ വരുന്ന ദക്ഷയെ മുത്തശ്ശിയും മുത്തശ്ശനും അലിവോടെ നോക്കി. അവരുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ ഏട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് ശരണ്യയ്ക്ക് മനസ്സിലായി. ആരെയും നോക്കാതെ ശരണ്യയുടെ കൈ പിടിച്ച് തല കുനിച്ചു പോകുന്ന ദക്ഷയെ കണ്ട ശ്രീദേവ് കണ്ണുകൾ മുറുക്കി അടിച്ചു. കുറച്ചു സമയം ശരണ്യയും അവളെയും കൊണ്ട് പുറത്തെല്ലാം പോയി. പറമ്പിലൂടെയും വെള്ളമൊഴുകുന്ന ആ ചെറു തോട്ടിലൂടെയും എല്ലാം അവളെയും കൊണ്ട് നടന്നു. അവരുടെ കൂടെ തന്നെ ആ സമയം അഥർവും വന്നിരുന്നു. അവർ രണ്ടുപേരും കൂടി ദക്ഷയോട് സംസാരിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. ദക്ഷ അവർ പറയുന്നത് കേൾക്കുന്നുമുണ്ട്. പതിയെ പതിയെ അവളെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് അഥർവ് ശരണ്യയ്ക്ക് ഉറപ്പ് കൊടുത്തു. സന്ധ്യയോടടുത്താണ് ശരണ്യ ദക്ഷയും കൊണ്ട് തിരിച്ചു കയറി വന്നത്. അപ്പോഴും അവിടെ ശ്രീദേവ് ഉണ്ടായിരുന്നു. അവനെ നോക്കാതെ കയറിപ്പോകാൻ പോയ ശരണ്യയുടെയും ദക്ഷയുടെയും മുന്നിലായി വന്ന് ശ്രീദേവ് നിന്നതും ദക്ഷ ഒരടി പിന്നിലേക്ക് പോയി. അവൾ ശരണ്യയുടെ പുറകിൽ പോയി നിന്നു. അത് കണ്ട ശ്രീദേവിന് വല്ലാത്ത സങ്കടം തോന്നി. എന്താ ഏട്ടാ, എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? ശരണ്യ ചോദിച്ചു. അവളുടെ വാക്കുകളിലെ പുച്ഛം ശ്രീദേവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എനിക്ക് ദക്ഷയോട് സംസാരിക്കണം, ശ്രീദേവ് പറഞ്ഞു. എന്താ ഏട്ടന് ഏട്ടത്തിയോട് സംസാരിക്കാനുള്ളത്? ഇന്ന് ഏട്ടത്തി ആരോടൊപ്പം പോയി എന്നാണോ? ഞാൻ ഏട്ടൻ്റെ സഹോദരിയാണ്, എൻ്റെ ഒപ്പമാണ് ഉണ്ടായത്. പിന്നെ പുറത്തേക്ക് പോയപ്പോൾ അഥർവ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനുണ്ടായിരുന്നു. അതുകൊണ്ട് അഥർവിനെയും കൂട്ടി പറയണ്ട. പിന്നെ ഏട്ടൻ എന്തിനാ ഈ പെണ്ണിൻ്റെ പുറകെ നടക്കുന്നത്? ഈ പെണ്ണിനിപ്പോൾ അല്പം വട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ശരണ്യ അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ ഒന്ന് പതറിയിരുന്നു. പക്ഷേ ശ്രീദേവിൻ്റെ മുഖത്ത് നോക്കി തന്നെ അവൾ പറഞ്ഞു. എന്നാൽ അവൾ പറയുന്നത് കേട്ട ഞെട്ടലിലായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ശ്രീദേവും. സത്യമാണ് പറയുന്നത്. കുറച്ച് ദിവസം ഞാൻ നോക്കും, പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ കിടക്കട്ടേന്നേ. ഏട്ടൻ്റെ തലവേദന കുറയല്ലോ. പിന്നെ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഒരു താലി കെട്ടിയതല്ലേ. ഈ മഞ്ഞച്ചരട് ചോദിച്ചിരുന്നു ഇത് നമുക്ക് ഊരിയാലോ എന്ന്. പക്ഷേ അതിൽ തൊട്ടപ്പോൾ സമ്മതിച്ചില്ല. ഏട്ടനൊന്ന് തൊട്ട് നോക്ക്, ബലം പിടിച്ചു നോക്ക്, ചിലപ്പോൾ ഏട്ടന് മാറ്റാൻ പറ്റുമായിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്ക്. എനിക്കെന്തോ ബലം പിടിച്ച് അതിനെ വേദനിപ്പിക്കാൻ തോന്നിയില്ല. ശരണ്യ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ ഏട്ടത്തി ഉറങ്ങിക്കഴിയുമ്പോൾ വേണമെങ്കിൽ ഞാൻ അഴിച്ചു തരാം, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞതും ശ്രീദേവ് നോക്കിയത് ദക്ഷയാണ്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അവളെ കണ്ടതും അവൻ അടുത്തേക്ക് ചെല്ലാൻ പോയി. പക്ഷേ ശരണ്യ അതിന് മുന്നിൽ കയറി നിന്നു. വേണ്ട, തൊടണ്ട. അതിനെ തൊട്ടാ ഏട്ടൻ്റെ കൈ നാറും എന്ന് പറഞ്ഞത് മറക്കണ്ട. പിന്നെ ഒരു ഉപകാരം ചെയ്തു തരാൻ പറ്റുമോ? ഒന്ന് ഇവിടെ നിന്ന് പോകാമോ? കാരണം നിങ്ങളെ കാണുമ്പോൾ ഏട്ടത്തി വല്ലാതെ അസ്വസ്ഥയാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് കുളിക്കാൻ പോലും അറിയില്ല. എനിക്കാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സ്കൂൾ തുറക്കില്ലേ, എനിക്ക് ക്ലാസ്സിൽ പോകണ്ടേ. +2 ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചാനേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പോകുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കില്ലേ, അതുപോലെ ഒന്ന് പഠിപ്പിച്ചെടുക്കട്ടെ. ഇനി അപ്പോഴും പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. പിന്നെ നിങ്ങൾക്കാർക്കും ഇതിനെക്കൊണ്ട് ഇങ്ങനൊരാളുടെ ശല്യം ഉണ്ടാവില്ല. അത്രയും പറഞ്ഞതും ശരണ്യ കരഞ്ഞു പോയിരുന്നു. അവൾ വേഗം തന്നെ ദക്ഷയുടെ കൈ പിടിച്ചുകൊണ്ട് വേഗം മുകളിലേക്ക് കയറി പോകുമ്പോൾ ദക്ഷ തിരിഞ്ഞു നോക്കിയത് ശ്രീദേവ് കണ്ടു. അവൻ്റെ നെഞ്ചൊന്ന് പൊടിഞ്ഞു ആ നോട്ടത്തിൽ. രാത്രിയിലും ശരണ്യ തന്നെയാണ് ഭക്ഷണം അവൾക്കായി വാരിക്കൊടുത്തത്. എന്നാലും 2 വായ കഴിക്കുമ്പോഴേക്കും മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കും. പിറ്റേ ദിവസം രാവിലെ ശരണ്യ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വരുമ്പോൾ ശ്രീദേവ് ഇറങ്ങി പുറത്തേക്ക് പോകുന്നത് കണ്ടു. ബാഗും കയ്യിലുണ്ട്. പോവുകയാണ് എന്ന് മനസ്സിലായതും അവൾക്കെന്തോ ഒരു ആശ്വാസമാണ് തോന്നിയത്.
പിന്നീട് അങ്ങോട്ട് ശരണ്യ തന്നെയായിരുന്നു ദക്ഷയുടെ കാര്യങ്ങൾ നോക്കിയത്. 1 മാസം കഴിഞ്ഞതും ശരണ്യയുടെ അവധി തീർന്നു. അപ്പോഴേക്കും ദക്ഷ പഴയ പോലെ ആയിരുന്നെങ്കിലും ആരോടും സംസാരിക്കില്ല. ശരണ്യയോടാണ് കുറച്ചെങ്കിലും സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ദക്ഷയുടെ കൂട്ടുകാരും ശങ്കറും റോയും വിശ്വവും അങ്ങനെ എല്ലാവരും വരുന്നത്. അവർ വന്ന് ദക്ഷയോട് സംസാരിച്ചിട്ടും അവൾ അവരെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ തല കുനിച്ചിരിക്കുക മാത്രം ചെയ്തു. അവർ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം ഇരുന്നിട്ട് അവർ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ എഴുന്നേറ്റത് പോകുന്നത് കണ്ടതും ഭാനുവും ശ്രാവണിയും സാരംഗിയും റോയും ശങ്കറും വിശ്വത്തിനും നെഞ്ച് പൊടിയുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. വന്നത് വന്നു, ഇനിയും കാണാൻ ഏട്ടത്തിയെ കാണാൻ വരരുത്, ശരണ്യ കർശനമായി തന്നെ പറഞ്ഞു. അവർ അവിടെ നിന്നും പോയി. പിന്നെ അഥർവിനോടും കുറച്ചൊക്കെ എന്തെങ്കിലും സംസാരിക്കും. വായിക്കാനുള്ള ബുക്കും മറ്റും അഥർവാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് വായിക്കും, പിന്നെ അങ്ങനെ തന്നെ ഇരിക്കും. ശരണ്യയ്ക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അഥർവ് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് വിട്ടത്. പിന്നെ ദക്ഷയും പറഞ്ഞു, എനിക്കും കുഴപ്പമൊന്നുമില്ല, എന്തുണ്ടെങ്കിലും ഞാൻ അഥർവിനോട് പറഞ്ഞോളാം, എല്ലാ ദിവസവും എന്നെ വിളിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞാണ് ശരണ്യെ യാത്രയാക്കിയത്. ശരണ്യ പോയതോടുകൂടി ദക്ഷ വീണ്ടും ബുക്കുകളിലേക്ക് കൂട്ടുകൂടി. ശരണ്യ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കും. സ്കൂളിൽ പോകുന്നതിന് മുമ്പും സ്കൂൾ വിട്ട് വരുമ്പോഴും. പിന്നെ അവൾ പറഞ്ഞ് ഏൽപ്പിച്ചത് കൊണ്ട് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു അഥർവ് ദക്ഷയ്ക്ക്. പിന്നെ ഇടയ്ക്ക് അമ്പലത്തിൽ പോകാൻ തുടങ്ങി. അതും അഥർവിൻ്റെയും ശരണ്യയുടെയും നിർബന്ധം കൊണ്ട്. അഥർവ് അവൾക്ക് നല്ലൊരു സഹോദരനായി മാറിയിരുന്നു. ശ്രീദേവ് പിന്നീട് ആ വീട്ടിലേക്ക് വന്നിട്ടില്ല. മുത്തശ്ശനും മുത്തശ്ശിയും പല പ്രാവശ്യം ദക്ഷയോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരാതെ റൂമിൽ തന്നെ ഇരിക്കും. ആരെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കും. നന്നായിട്ട് വിശക്കുമ്പോൾ മാത്രം വന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ എല്ലാമായപ്പോൾ ശരണ്യ വഴക്ക് കൂടാൻ തുടങ്ങി. പിന്നെ അവൾ കുറേശ്ശെ കഴിച്ചു തുടങ്ങിയെങ്കിലും ഒരുപാട് കഴിക്കില്ല. കഴിക്കുമ്പോൾ വയറ് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവൾ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വന്ന് കഴിച്ചെഴുന്നേറ്റ് പാത്രവുമായി കിച്ചണിലേക്ക് കഴുകി വയ്ക്കാൻ പോകുമ്പോൾ ഡോറിൽ കഴുത്തിൽ കിടന്ന മഞ്ഞച്ചരട് ഉടക്കിയത്. അവൾ വലിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് വന്ന മുത്തശ്ശി, മോളെ അത് പൊട്ടും എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നു. അത് ഊരിക്കൊടുത്തു. അവൾ ഒന്നും മിണ്ടാതെ കൈ കഴുകി വരുമ്പോൾ മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ചു. മോളെ, എനിക്കൊന്ന് സംസാരിക്കണം. മുത്തശ്ശി അവൾ ഒന്നും മിണ്ടാതെ തന്നെ നിന്നു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി. അവിടെ നിന്നും ഒരു ബോക്സ് എടുത്ത് തുറന്നു. അതിൽ ഒരു മാലയുണ്ടായിരുന്നു. നീണ്ട വലിയൊരു ചെയിനായിരുന്നു. ഇത് ശ്രീദേവ് തന്നതാണ്. ഈ താലി അതിലേക്ക് ഇടാൻ പറഞ്ഞു. നമുക്ക് ഇട്ടാലോ മോളെ? മുത്തശ്ശി ചോദിച്ചതും ദക്ഷ വേഗം ആ മഞ്ഞച്ചരടിൽ കയറി പിടിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. ഒരുപാട് നിർബന്ധിക്കേണ്ടി വന്നു. ഇത് പൊട്ടിപ്പോകും, ഇപ്പോൾ തന്നെ പൊട്ടാറായിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനം അവൾ സമ്മതിച്ചത്. മുത്തശ്ശി തന്നെയാണ് അത് ആ ചരടിൽ നിന്നും ആ വലിയ മാലയിലേക്ക് ഇട്ടുകൊടുത്തത്. ഇത് ഈ തറവാടിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ട മരുമകൾക്കാണ്. അത് നീയാണ്. നീ അതിൻ്റെ ആഢ്യത്വം കാണിക്കണം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് 2 വളയും കാതിലേക്ക് ഒരു കമ്മലും ഇട്ടുകൊടുത്തു. ഒന്നും പ്രതികരിക്കാനില്ലാതെ അവൾ നിന്നുകൊടുത്തു. അവർ അത് ഇട്ട് കഴിഞ്ഞതും അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. ഒന്നും മിണ്ടാതെ നടന്നു പോകുന്നത് കണ്ട് മുത്തശ്ശി പൊട്ടിക്കരഞ്ഞുപോയി. ദക്ഷ പുറത്തേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് വന്ന മുത്തശ്ശൻ മുത്തശ്ശിയുടെ കരച്ചിൽ കണ്ടു. എന്തിനാ താൻ കരയുന്നേ? ഇതിലും ഉറക്കെ നെഞ്ച് പൊട്ടി ആ പോയ പെൺകുട്ടി കരഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആരും കേൾക്കാതെ ആ കണ്ണീരിനെ വിട്ടുകളഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കരയേണ്ടി വരുന്നത്. അത്രമാത്രം പറഞ്ഞ് മുത്തശ്ശൻ പോയി. ശ്രീദേവ് പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നു. എന്നും അവിടെയുള്ള ദൃശ്യങ്ങളെല്ലാം അവിടുത്തെ ക്യാമറ വഴി ശ്രീദേവ് കാണുന്നുണ്ടായിരുന്നു. ദക്ഷ എപ്പോഴും 3-4 സ്ഥലത്ത് മാത്രമാണ് അവൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും റൂമിലായിരിക്കും. ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആ ഡൈനിങ് ടേബിളിൽ വന്ന് ഒന്നിരിക്കും.
ഇടയ്ക്ക് കിച്ചണിൻ്റെ പുറകുവശത്തെ കൽക്കട്ടിൽ പോയിരിക്കും. അവിടെ നിൽക്കുന്ന കോഴികൾക്കും കാക്കകൾക്കും പൂച്ചയ്ക്കും കയ്യിലിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഇട്ടുകൊടുക്കുന്നതും അവിടെ നോക്കിയിരിക്കുന്നതും കാണാം. പിന്നെ മുകളിലെ ബാൽക്കണിയിൽ വന്നിരിക്കും, ഒരു ബുക്കും കയ്യിൽ വെച്ചുകൊണ്ട്. പിന്നെ അവളുടെ മുറിയിലെ ബാൽക്കണിയിൽ പോയി നിൽക്കുന്നതും കാണാം. ഇത്രയും സ്ഥലത്ത് മാത്രമാണ് 1 വർഷത്തോളമായി ശ്രീദേവ് അവളെ കണ്ടിട്ടുള്ളൂ. മറ്റൊരു സ്ഥലത്തേക്ക് അവൾ പോയിട്ടില്ല. ഇടയ്ക്ക് അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു. പതിയെ അതവൾ നിർത്തി. അതിന് കാരണം അവളെക്കുറിച്ച് താൻ ചോദിക്കുന്നത് അവൾ കേട്ടതാണ്. ഡ്രൈവർ ഫോൺ കാർ ഓടിച്ചപ്പോൾ സ്പീക്കറിലാണ് ഇട്ടത്. അതിലൂടെയാണ് അവളത് കേട്ടത്. അതിൽ പിന്നെ അമ്പലത്തിലേക്കുള്ള പോക്കും അവൾ നിർത്തി. തന്നെ അത്രമാത്രം അവൾ വെറുത്തു എന്ന് ശ്രീദേവിന് മനസ്സിലായി. അതിനെല്ലാം ശേഷം അവളെ നേരിട്ട് കാണാൻ പോകുന്നത് നാളെയാണ് എന്നവൻ ഓർത്തു. എങ്ങനെ താൻ അവളെ ഫേസ് ചെയ്യും? അവൾക്ക് തന്നെ കാണണമെന്നുണ്ടോ എന്നെല്ലാം ശ്രീദേവ് ആലോചിച്ചുകൊണ്ട് വീണ്ടും കിടന്നു. എപ്പോഴോ അവൻ ഉറക്കത്തിലേക്ക് പോയി. ഇതേ സമയം ദക്ഷയും ശരണ്യയും കൂടി റൂമിലിരിക്കുകയായിരുന്നു. ചേച്ചി, നാളെ നമുക്ക് ഒന്ന് പുറത്തു പോയാലോ? ശരണ്യ ചോദിച്ചു. എപ്പോഴും പോകുന്നുണ്ടല്ലോ, നീയും അതർവും അല്ലേ എൻ്റെ കൂടെ വരുന്നത്, ഇനി എങ്ങോട്ടാ? ദക്ഷ ചോദിച്ചു. ചേച്ചി ദേ ഇപ്പോൾ പഴയ ആളുകളെ പോലെ സംസാരിക്കുന്നു. ചേച്ചി ഞങ്ങളുടെ ആ വൈബുള്ള ദക്ഷയായിട്ടൊന്ന് വാ. നമ്മളെപ്പോഴും എവിടെയാ പോവാ? ഈ പറമ്പിലും പിന്നെ ഇടയ്ക്ക് ഒരു അമ്പലത്തിൽ പോക്കും ഉണ്ടായിരുന്നു. അവിടെ മാത്രമല്ലേ പോയിക്കൊണ്ടിരുന്നത്? അങ്ങനെയല്ല, എൻ്റെ ദക്ഷ ചേച്ചി യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പൊടി തട്ടി എടുത്താലോ? ശരണ്യ ചോദിച്ചതും ദക്ഷ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. കഴിഞ്ഞതൊന്നും പൊടി തട്ടി എടുക്കണ്ട. എനിക്കിപ്പോൾ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ പോകുന്നതാ എനിക്കിഷ്ടം. ഇതുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു, ദക്ഷ പറഞ്ഞു. ചേച്ചി, ആദ്യം തന്നെ ഈ ഡ്രസ്സെല്ലാം മാറ്റേണ്ടത്. ഇതൊക്കെ ഒന്ന് മാറ്റി ആ പഴയ ഡ്രസ്സുകളൊക്കെ നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കണ്ടേ? എന്തോരം ഡ്രസ്സുകളാ ആ കബോർഡിലിരിക്കുന്നത്. എന്നിട്ട് ഈ സാരിയും ഈ കുർത്തയും എല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്നു. ഇതൊക്കെ ചേച്ചിക്ക് എവിടെ നിന്ന് കിട്ടിയത്? ശരണ്യ ചോദിച്ചു. അതോ, ഞാൻ തന്നെ പോയി വാങ്ങിയതാ. എപ്പോ? ശരണ്യ ചോദിച്ചു. ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ, അവൾ പറഞ്ഞു. അമ്പലത്തിൽ പോയപ്പോൾ ചേച്ചി ടൗണിലേക്ക് പോയോ? ശരണ്യ ചോദിച്ചു. ഇല്ല, അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു നന്ദനം ടെക്സ്റ്റൈൽസ്, അവിടെ നിന്നും ചേച്ചി വാങ്ങിയോ? പൈസ ഉണ്ടായിരുന്നോ? ശരണ്യ ചോദിച്ചു. ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് വന്നപ്പോഴൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബാഗും സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. യാദൃച്ഛികമായിട്ട് ബാഗിൽ നോക്കിയപ്പോൾ കുറച്ച് പൈസ കിട്ടി. പിന്നെ ബാഗിലുള്ള ഡ്രസ്സെല്ലാം വില കൂടിയതും മോഡേൺ ഡ്രസ്സുകളും എല്ലാം ആയിരുന്നു. അതൊന്നും ഇടാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് അന്ന് പോയപ്പോൾ അവിടെ നിന്നും കുറച്ച് വാങ്ങിയതാ. പിന്നെ അഥർവിനോട് പറഞ്ഞിട്ട് അഥർവിൻ്റെ സിസ്റ്റർ വന്നിരുന്നു. ആൾക്ക് തയ്യലാണ് ജോലി. എന്നോട് അഥർവാണ് പറഞ്ഞത്. അങ്ങനെ ആ ചേച്ചിയുടെ കയ്യിൽ നിന്നും ബ്ലൗസും എല്ലാം സ്റ്റിച്ച് ചെയ്തു, ദക്ഷ പറഞ്ഞു. ചേച്ചിക്ക് വീട്ടുകാരെ കാണണമെന്നൊക്കെ തോന്നുന്നുണ്ടോ? ശരണ്യ ചോദിച്ചു. ഇല്ല, ഒട്ടും തോന്നുന്നില്ല. അവർക്കെന്നെ വേണ്ടാത്തത് കൊണ്ടല്ലേ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയത്. എന്നെ നന്നായിട്ട് എൻ്റെ അച്ഛനറിയാം എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. പറയാതെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ കള്ളത്തരങ്ങളും എല്ലാം കണ്ടുപിടിച്ച ആളാണ് എൻ്റെ അച്ഛൻ. എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നെ വിശ്വസിക്കാൻ പറ്റാതായത്? ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കാനെങ്കിലും ശ്രമിക്കായിരുന്നു. എന്നെ ആരും മനസ്സിലാക്കാനോ ഞാൻ പറയുന്നത് കേൾക്കാനോ തയ്യാറായില്ല. ഇപ്പോൾ എനിക്ക് അതിൽ സങ്കടം ഒട്ടുമില്ല കേട്ടോ. ഇതാ നല്ലത്. ആരെയും ബോധിപ്പിക്കേണ്ട, ആരോടും അനുവാദം ചോദിക്കേണ്ട. ഇങ്ങനെ ഇരുന്ന് സമയം കളയുക. എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം, എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം, അങ്ങനെ എന്തും ചെയ്യാം. കുറച്ച് നാൾ മുമ്പ് വരെ വൈകി എഴുന്നേൽക്കുമ്പോൾ അമ്മ വഴക്ക് പറയും. ഇപ്പോൾ ആരും വൈകി എഴുന്നേറ്റാലും ഇനി നേരത്തെ എഴുന്നേറ്റാലും ഒന്നും പറയില്ല. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു ജീവിതം, ദക്ഷ പറഞ്ഞു. ഒന്ന് ചിരിച്ചു. അവളുടെ പുഞ്ചിരിയിൽ
അവളുടെ വേദനയാണെന്ന് ശരണ്യയ്ക്ക് മനസ്സിലായി. പക്ഷേ മോൾക്കൊരു കാര്യം അറിയോ? നമ്മളോട് അങ്ങനെ ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ വേണം. നീ ഭക്ഷണം കഴിച്ചോ? നീ ഉറങ്ങിയോ? ഇപ്പോൾ എന്ത് ചെയ്യാ? നമ്മുടെ ശബ്ദമൊന്ന് മാറിയാ? എന്താ ശബ്ദം മാറിയേ? വയ്യേ നിനക്ക് എന്നെല്ലാം ചോദിക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിൽ വേണം. അങ്ങനെ ആരുമില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മളിൽ ഒരു കരുതൽ പ്രകടിപ്പിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ജീവിതം ജീവിക്കാൻ നമുക്ക് തോന്നും. എന്നെപ്പോലെ. ദക്ഷ പറഞ്ഞതും ശരണ്യ അവളുടെ മുഖത്തേക്ക് നോക്കി. ദക്ഷ അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കങ്ങനെ ചോദിക്കാൻ നീ ഉള്ളത് കൊണ്ടാ ഇന്ന് ഈ ഭൂമിയിൽ ഈ ദക്ഷ ജീവനോടെ നിൽക്കുന്നത്. അവൾ അത് പറയുമ്പോൾ ശരണ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദക്ഷ തന്നെ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എന്തിനാ ഇപ്പോൾ കരയുന്നേ? ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ, ജീവിക്കാൻ ഒരു പ്രചോദനമാകാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? എനിക്കങ്ങനെ ജീവിക്കാൻ തോന്നലുണ്ടാക്കിയത് നീ ആയതുകൊണ്ട് നിനക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും പാടില്ലേ? ദക്ഷ ചോദിച്ചുകൊണ്ട് അവളുടെ മറു കവിളിലും കൈവച്ചു. ശരണ്യ അവളുടെ 2 കൈയിലും പിടിച്ച് കരയുന്നത് കണ്ടതും, എന്തിനാ കരയുന്നേ? നീ കരഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് എനിക്കായിരിക്കും. നീ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയല്ലേ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ദക്ഷ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. പെട്ടെന്ന് ശരണ്യ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ സമയം ദക്ഷയും കരഞ്ഞിരുന്നു. അവരെ അന്വേഷിച്ച് അങ്ങോട്ട് വന്ന അഥർവ് റൂമിന് വെളിയിൽ നിന്നും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. ശ്രീദേവ് എന്ന് പറയുന്ന ആക്ടറോട്, ആ ഒരു വ്യക്തിയോട് അഥർവിന് വല്ലാത്ത ദേഷ്യം തോന്നി. അത്രമാത്രം ദക്ഷയെ ഇപ്പോൾ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദക്ഷ എന്താണെന്നും ദക്ഷയുടെ സ്വഭാവം എന്താണെന്നും ഇപ്പോൾ അഥർവിനും ശരണ്യയെപ്പോലെ തന്നെ അറിയാം. ഇനിയും താൻ ഇവിടെ തന്നെ നിന്ന അകത്ത് വെള്ളപ്പൊക്കം ഉണ്ടാക്കും എന്ന് തോന്നിയതും അവൻ കണ്ണുകൾ മുറുക്കിയെ തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. എന്താ ഇവിടെ കരച്ചിലും പിഴിച്ചിലൊക്കെ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ? അകത്തേക്ക് കയറി വരുന്ന അവനെ കണ്ടതും ശരണ്യ, നിനക്ക് ഇപ്പോഴാണോ വരാൻ നേരമായത്? കണ്ണുകൾ തുടച്ചുകൊണ്ട് കോർപ്പിച്ചു നോക്കി ചോദിക്കുന്നവളെ കണ്ടതും, ഇപ്പോഴെങ്കിലും വന്നത് ഭാഗ്യം. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഇവിടെ മുഴുവനും വെള്ളപ്പൊക്കം ആയേനെ. 2 പേരുടെയും കണ്ണീർ പുഴ ഒഴുകുന്നുണ്ടായിരുന്നല്ലോ. അഥർ പറഞ്ഞതും, നീ പോടാ. അതെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നമുക്ക് പുറത്തു പോകാൻ പറ്റുമോ? കാറ് ഞാൻ തരാം. എന്തു പറയുന്നു? വരുന്നോ ഞങ്ങളുടെ ഒപ്പം? ശരണ്യ ചോദിച്ചു. വരാം, പക്ഷേ എനിക്കെന്താ ഗുണം? അവൻ ചോദിച്ചു. അയ്യോ, സാറിന് ഗുണമുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ സാറ് വരണ്ട. ഞാനും ദക്ഷ ചേച്ചിയും കൂടി പോയിക്കോളാം. എനിക്കും ഡ്രൈവ് ചെയ്യാനറിയാം, ചേച്ചിക്കും അറിയാം. ഞങ്ങൾ നാളെ പോയിക്കോളാം കേട്ടോ, ശരണ്യ പറഞ്ഞു. അവൾ പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിക്കുന്നത് കണ്ടതും, ഇതിനു മാത്രം വീർപ്പിക്കാൻ എവിടെ ഇരിക്കുന്നാവോ ഈ ബലൂണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ അവനൊന്ന് കുത്തി. ഇപ്പോൾ നിന്റെ പ്രശ്നം എന്താണ്? നാളെ നമുക്ക് 3 പേർക്കും കൂടി പുറത്തു പോകണം അല്ലേ? അഥർ പറഞ്ഞതും, അയ്യോ ഞാനില്ല, നിങ്ങൾ 2 പേരും കൂടി പോയിട്ട് വന്നാൽ മതി. അയ്യടാ, ഞങ്ങൾക്ക് വേണ്ടിയല്ല പോകുന്നത്, ചേച്ചിക്ക് വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങളുടെ ഒപ്പം വരാൻ നോക്കിക്കോ, ശരണ്യ പറഞ്ഞു. അത് പിന്നെ ഇത്രയും ദൂരമില്ലേ? അതെ, ഇത്രയും ദൂരമുണ്ട്. എൻ്റെ പൊന്നു ചേച്ചി, ഹൈദരാബാദിൽ നിന്ന് കൊച്ചി വരെയും കൊച്ചിയിൽ നിന്ന് പല സ്ഥലത്തേക്കും ഡ്രൈവ് ചെയ്ത് ട്രാവൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ദക്ഷ ചേച്ചിയാണോ ഈ പറയുന്നത്? ശരണ്യ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഒന്ന് നോക്കണ്ട ആദർ, നാളെ നമ്മൾ 3 പേരും കൂടി പോകുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ലല്ലോ, ഞാനെന്നാ പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് അഥർവ് പോയി. അന്ന് രാത്രിയും ദക്ഷ വളരെ കുറച്ച് ഭക്ഷണമാണ് കഴിച്ചത്. ചേച്ചി, ഇങ്ങനെ ചേച്ചി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഡോക്ടറെ കണ്ടാലോ? ശരണ്യ ചോദിച്ചതും, എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന സ്വഭാവം ഇല്ലയെന്നറിയാലോ.
ഇടയ്ക്കിടയ്ക്കെന്നല്ല, ഇപ്പോൾ ഒട്ടും തന്നെ കഴിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് ശരണ്യ അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചു. എന്ത് നല്ല കവളായിരുന്നു, ഇപ്പോൾ പിടിച്ചിട്ട് പോലും കിട്ടുന്നില്ല. അവൾ പറഞ്ഞതും ദക്ഷയുടെ മുഖം വാടി. അവളുടെ മനസ്സ് 1 വർഷം മുമ്പുള്ള ഒരു ദിവസത്തിലേക്ക് കടന്നു പോയതും പെട്ടെന്ന് അവൾ തല കുടഞ്ഞുകൊണ്ട് സ്വബോധത്തിലേക്ക് വന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.